ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നാമമാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നാമം. ആ നാമം മറന്നുകൊണ്ട് ഒരു മുസ്ലിമിന് ഒരിക്കലും ജീവിക്കാൻ സാധ്യമേയല്ല. മുഹമ്മദ് എന്ന് പറയുന്ന ആ വാക്ക് പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായിട്ട് 4 സ്ഥലങ്ങളിലാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. 5ാമതൊരു തവണ ഇല്ല. പിന്നെ റസൂലുള്ളാഹിയുടെ പേര് അഹമ്മദ് എന്ന് മറ്റൊരു സ്ഥലത്തും പറയുന്നുണ്ട്. ഇങ്ങനെ 5 സ്ഥലത്തല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. മുഹമ്മദ് എന്ന പേരിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാവിന്റെയോ പിതാവിന്റെയോ പേര് ഖുർആനിൽ ഇല്ല. ആകെ ഖുർആനിലുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത ബന്ധുവായിരുന്ന ഒരാളുടെ പേരാണ്. ആ പേരിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ പേരാണ് അൽ-ലഹബ് അല്ലെങ്കിൽ തബ്ബത്ത്. അതും സ്തുതിച്ചുകൊണ്ട് പറഞ്ഞതല്ല. അബൂലഹബ് നശിക്കട്ടെ, അവന്റെ ഇരുവരങ്ങളും നശിക്കുന്നു എന്ന് തുടങ്ങുന്നൊരു അധ്യായമാണ് അത്. പറഞ്ഞു വന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന്റെയോ പിതാവിന്റെയോ പേര് വിശുദ്ധ ഖുർആനിൽ ഇല്ല. അതേ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേര് പരിശുദ്ധ ഖുർആനിൽ 25 വ്യത്യസ്ത സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദമിന്റെ പേരും ചേർത്ത് 25 പ്രാവശ്യം പറയുന്നുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉദാഹരണം അള്ളാഹുവിന്റെ അടുക്കൽ ആദമിന്റെ ഉദാഹരണം പോലെയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഖലഖഹു മിൻ തുറാബിൻ. ആദമിനെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അവ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ ഈസാ നബിയുടെ ഉദാഹരണം ആദം നബിയുടെ ഉദാഹരണം പോലെ. ആ പ്രയോഗത്തിലും 25 പ്രാവശ്യം ഈസ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആദം എന്നുള്ള പേരും വിശുദ്ധ ഖുർആനിൽ 25 പ്രാവശ്യം പറഞ്ഞു എന്ന് മാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവായ മറിയമിന്റെ പേരിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ നമ്പർ 19 ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവായ മറിയം ബീവിയുടെ പേര് പരിശുദ്ധ ഖുർആനിൽ 34 തവണ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളതായി നമുക്ക് കാണാം. ഒരു പ്രവാചകനെയും വിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ച് പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിം പണ്ഡിതനും ഈസാ നബി അലൈഹിസ്സലാമിനെ മോശമാക്കിക്കൊണ്ട് പറയുകയോ ഒരു പുസ്തകം എഴുതുകയോ ഒരു ലേഖനം എഴുതുകയോ പോലും ചെയ്തിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാമിനെ വിമർശിച്ചിട്ട് ആക്ഷേപിച്ചിട്ട് നാളിതുവരെ ഒരു മുസ്ലിം ഒരു പുസ്തകം എഴുതുകയോ എന്തെങ്കിലും ഒരു പരാമർശം ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? അതേ സമയത്ത് ക്രിസ്ത്യൻ സമൂഹത്തിലൊരു റവറന്റ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് അറിവ് വേണം. അങ്ങനെ ഒരു റവറന്റായി അറിയപ്പെടുന്ന ഫാദർ ഡയോജനീസ് എന്ന് പറയുന്ന ഒരാള് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, സ്തുതിച്ചിട്ടല്ല. ആ പുസ്തകത്തിന്റെ പേര് മുഹമ്മദ് ഇഡിയറ്റ് എന്നാണ്. നഊദു ബില്ലാഹ്. ആ പുസ്തകത്തിൽ രണ്ടാമത് പറയാൻ നമ്മളെ അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ്. ആ പുസ്തകത്തിൽ ആ റവറന്റ് കൃത്യമായി പറയുന്നുണ്ട്, മുഹമ്മദ് മരണപ്പെട്ടത് അമിതമായ മദ്യപാനം മൂലമായിരുന്നു എന്ന് നാമില്ലാതെ ആ ഫാദർ എഴുതി വെച്ചു. എന്തിനാണെന്ന് ഇത് പറഞ്ഞത്? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനകോടികൾ അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് ഇത്രയും മോശമായൊരു പരാമർശം ഒരു ക്രിസ്ത്യൻ റവറന്റിന് എഴുതാൻ എങ്ങനെ ധൈര്യം വന്നു? മുസ്ലിങ്ങളത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ നാമം ഒരു മുസ്ലിം എത്ര തവണയാണ് അവന്റെ നമസ്കാരങ്ങളിൽ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് എന്നറിയാം? നമ്മൾ നമസ്കാരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അവിടെ തന്നെ 4 പ്രാവശ്യം നമ്മൾ മുഹമ്മദ് എന്ന പേര് ഉച്ചരിക്കുന്നു.
ബാങ്കിൽ വിളിച്ചു പറയുന്നു. ലോകത്തിലെ എല്ലാ പള്ളികളിൽ നിന്നും ചെറിയ ചെറിയ സമയത്തിന്റെ വ്യത്യാസത്തിൽ കേരളത്തിൽ തന്നെ ഒരു പള്ളിയിൽ ലോഹർ ബാങ്ക് കൊടുക്കുമ്പോൾ 2 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ തിരുവനന്തപുരത്ത് കൊടുക്കുകയും മറ്റൊരു സ്ഥലത്ത് അല്പം വ്യത്യാസത്തിൽ കൊടുക്കുകയും അത് പാകിസ്ഥാനിലെത്തുമ്പോൾ അരമണിക്കൂറിന്റെ ഡിഫറൻസും സൗദിയിലെത്തുമ്പോൾ അത് 2.5 മണിക്കൂറാകുകയും ഇറാനിലെത്തുമ്പോൾ അത് 3 മണിക്കൂറാകുകയും അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ ബാങ്കിലൂടെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഇതിങ്ങനെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന ആളുകളും അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുന്നു. ആ ബാങ്കിന് ശേഷമുള്ള ദുആയിൽ നമ്മൾ പറയുന്നു അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫളീല. ഓരോരുത്തതിന് ശേഷം നമ്മൾ പറയുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ പറയുന്നു. അവിടെയും മുഹമ്മദ് എന്ന നാമം നമ്മൾ ഉച്ചരിക്കുന്നു. അപ്പോ ഈ ഉച്ചരിക്കപ്പെടുന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാളിതുവരെ ഒരു ചിത്രമില്ല. മനസ്സിലാക്കണം നിങ്ങൾ, ഒരു രൂപമില്ല, ഒരു പ്രതിമയില്ല. അതേ സമയത്ത് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരാൾ ഓർക്കപ്പെടാൻ വേണ്ടി നർമ്മദാ നദിയുടെ തീരത്ത് ഇന്ത്യ ഗവൺമെന്റ് ഒരു പടുകൂറ്റൻ പ്രതിമ 183 മീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എത്രയാണ് ആ പ്രതിമയ്ക്ക് ചെലവെന്നറിയാമോ? 2989 കോടി രൂപയാണ് ആ പ്രതിമ ഉണ്ടാക്കാൻ ചെലവഴിച്ചത്. 70,000 മെട്രിക് ടൺ സിമന്റ് ഉപയോഗിക്കുകയും 24,500 മെട്രിക് ടൺ കമ്പി ഉപയോഗിക്കുകയും 1700 മെട്രിക് ടൺ വെങ്കലം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 2989 കോടി രൂപ ചെലവ് ചെയ്തിട്ട് ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യനെ ഓർക്കാൻ വേണ്ടി ആ പ്രതിമ സ്ഥാപിച്ചത്. എന്നിട്ട് ആരെങ്കിലും ഈ മനുഷ്യനെ ഓർക്കുന്നുണ്ടോ? പല ആളുകൾക്ക് അറിയാനില്ലെങ്കിൽ ഒരാളുണ്ടെന്നുള്ളത് അത് ചോദിക്കുക, ആരും ഓർക്കുന്നില്ല പ്രിയമുള്ളവരെ. അപ്പോൾ ഇതൊരു വിഗ്രഹത്തിന്റെ പ്രശ്നമായതുകൊണ്ട് ആരും ഇതിനെതിരിൽ പ്രതികരിക്കൂല. കാരണം എല്ലാവർക്കും വേണം ഈ വിഗ്രഹങ്ങൾ. UP ഗവൺമെന്റ് ഒരു വർഷം വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി 194 കോടി രൂപയാണ് ചെലവഴിച്ചത്. നമ്മുടെ കേരളത്തിലുണ്ട് തിരുവനന്തപുരം മുതലായ പ്രധാനപ്പെട്ട സിറ്റികളിൽ പടുകൂറ്റൻ പ്രതിമകൾ കോടിക്കണക്കിന് രൂപ മുടക്കി സ്ഥാപിച്ചിട്ടുണ്ട്. ചില പ്രതിമകളുടെ കൈ ശരിയല്ല എന്നുള്ളത് കൊണ്ട് ആ പ്രതിമ തകർത്ത് വീണ്ടും പ്രതിമ ഉണ്ടാക്കാൻ പോകുന്നു. ഒരാളും ഒരക്ഷരത്തിനെ കുറിച്ച് മിണ്ടൂല. കാരണം എന്താ വെച്ചാൽ എല്ലാ ആളുകൾക്കും പ്രതിമ വേണം. ഇനി പ്രിയമുള്ളവരെ, ഇതോടെ നിങ്ങൾ ചേർത്ത് വായിക്കണം. ഭൗതിക രാഷ്ട്രങ്ങളായ ചൈനയിലും റഷ്യയിലുമൊക്കെ അവിടെ നിയമപാലകരെ നിർത്തിയിട്ടുള്ളത് എന്തിനാണെന്നറിയാമോ? വിഗ്രഹങ്ങൾ ആരെങ്കിലും തകർക്കുന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയാണ് ആ ഭരണകൂടം പോലീസിനെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിൽ പോലീസുകാരുണ്ട്. എന്തിനാണ് അവിടെ പോലീസിനെ നിയമിച്ചിട്ടുള്ളത്? ആരെങ്കിലും അവിവേകം മൂലം അല്ലാഹുവിന്റെ റസൂലിനെ ആരാധിക്കുന്ന എന്തെങ്കിലും ഒരു രൂപം അവിടെ ചെയ്തു കഴിഞ്ഞാൽ ആ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത്, പ്രവാചകനെയല്ല ആരാധിക്കേണ്ടത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ നിശ്ചയിച്ചിരിക്കുന്നു. ഭൗതിക രാഷ്ട്രങ്ങളിൽ നേരെ തിരിച്ചും നിശ്ചയിച്ചിരിക്കുന്നു പോലീസുകാരെ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുകയെ ചില ആളുകള് അടുത്ത കാലത്തൊക്കെ പറഞ്ഞു നബി തിരുമേനി മാതൃകാ പുരുഷനൊന്നല്ല, നബിയേക്കാൾ എത്രയോ ഉത്തമന്മാരാണ് ISSന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരൊക്കെ നബിയേക്കാളും എത്രയോ ഉത്തമന്മാരാണെന്ന് നാണമില്ലാതെ ചാനലിൽ പറഞ്ഞ ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രവാചകന്റെ ആ സ്വഭാവ സവിശേഷതകളിലേക്ക് അല്പം സഞ്ചരിക്കാം. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയായിരുന്നു, ഇഷ്ടപ്പെട്ട സഹാബിയായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഖദിംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, ഞാൻ റസൂലിന് 10 കൊല്ലക്കാലം ഖിദ്മത്ത് ചെയ്തു, സേവനമനുഷ്ഠിച്ചു ഫിൽ മദീന, മദീനയിൽ. എന്നിട്ട് അനസ് പറയാണ്, വാന ഉലാം, ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നു. ലൈസ കുല്ലു അംരി കമാ യസ്തഹി സാഹിബി അൻ നകൂന അലൈഹി, എന്റെ സാഹിബ്, എന്റെ നേതാവ് എങ്ങനെയാണോ എന്നിൽ നിന്നൊരു കാര്യം ഉണ്ടാവേണ്ടത്
അതല്ല എന്നിൽ നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. കാരണം ഞാൻ കുട്ടിയല്ലേ. എന്നിട്ട് ഈ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രിയമുള്ളവരെ, മാ ഖാലനി ഫിഹാ ഉഫിൻ ഖത്തു, ഈ 10 കൊല്ലത്തെ ജീവിതത്തിനിടയ്ക്ക് എന്നോട് ഒരിക്കൽ പോലും ഉഫിൻ അഥവാ ഛേ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. വമാ ഖാലനി ലിമ ഫഅൽത ഹാദാ ഔ അല്ലാ ഫഅൽത ഹാദാ, അനസേ ഇങ്ങനത് ചെയ്യാമായിരുന്നില്ലേ, എന്തിനാ നീ അത് ചെയ്തത്, ഇങ്ങനെയും പറഞ്ഞിട്ടില്ല. ഈ 2 കാര്യവും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ചെയ്തിട്ട് എന്തിനാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ല, അതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നോ, അങ്ങനെയും പറഞ്ഞിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. അത്ര ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റാണ് അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ മാതൃകാ പുരുഷനായിരുന്നു, ലോകത്തിന് മാതൃകാ പുരുഷനായിരുന്നു. അതുപോലെ തന്നെ ഖൈസ് ബിൻ സഅദ് എന്ന് പറയുന്ന ഒരു സഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ചരിത്രത്തിലല്ല, ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. ഒരിക്കൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് എന്ന് പറയുന്ന ഇഷ്ടപ്പെട്ട സഹാബിയുടെ വീട്ടിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു വീടിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പതുക്കെ സലാം മടക്കി. 3 പ്രാവശ്യം സലാം മടക്കിയിട്ടും സഅദ് റളിയല്ലാഹു അൻഹു മടക്കാതായപ്പോൾ റസൂലുള്ള ആ വീട്ടിൽ നിന്ന് പുറത്തു പോയത് ഖൈസ് എന്ന് പറയുന്ന മകൻ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയോട് പറഞ്ഞു, റസൂല് വന്നിരുന്നു, 3 പ്രാവശ്യം സലാം ചൊല്ലി, നിങ്ങൾ മടക്കാതായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പോയി വാപ്പ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സഅദ് റളിയല്ലാഹു അൻഹു വീടിനകത്ത് നിന്ന് റസൂലുള്ളാഹിയുടെ പിന്നാലെ എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ നിങ്ങൾക്ക് സലാം മടക്കിയിരുന്നു. റസൂലുള്ള പറഞ്ഞു, ഞാൻ കേട്ടില്ല, നിങ്ങൾ സലാം മടക്കിയത് ഞാൻ കേട്ടില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ മഹാനായ സ്വഹാബിയിൽ പറഞ്ഞ മറുപടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു അധരങ്ങളിൽ നിന്ന് അസ്സലാമു അലൈക്കും എന്നുള്ള ആ സലാം വീണ്ടും വീണ്ടും കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു നബിയേ. അത്ര സ്നേഹമായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയും കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുകയും ഒരു വസ്ത്രം കൊടുക്കുകയും യാത്ര പോകാൻ വേണ്ടി ഒരു കഴുതയെയും കൊടുത്തിട്ട് ആ കഴുതപ്പുറത്ത് റസൂലുള്ളാഹി തങ്ങൾ യാത്ര പോകുന്ന ആ രംഗം സഹാബിയായ സഅദ് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പ്രിയമുള്ളവർ, അപ്പൊ നമ്മൾ വിചാരിക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ സ്വന്തം അനുചരന്മാരോടായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നും. അല്ല, ഒരിക്കലുമല്ല. ശത്രുക്കളോട് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. നിങ്ങൾക്കറിയാം, അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ എന്ന് പറയുന്ന ഒരാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ലഅനത്തുല്ലാഹി അലൈഹി എഴുതില്ല. കാരണം അദ്ദേഹം മുനാഫിക്കുകളുടെ നേതാവായിരുന്നു. അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും എങ്ങനെയൊക്കെ വഷളാക്കാൻ കഴിയുമോ അതൊക്കെ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ചെയ്തിരുന്നു. അങ്ങനെയുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് പറയുന്ന ഈ മുനാഫിക്ക് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അള്ളാഹിന്റെ റസൂലിന്റെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ വാപ്പ മരണപ്പെട്ടിരിക്കുന്നു പ്രവാചകരെ, എന്റെ വാപ്പാനെ കഫൻ ചെയ്യാൻ വസ്ത്രമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇട്ടിരുന്ന ആ വസ്ത്രം ഊരിയിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കൊണ്ടുപോയി കഫൻ ചെയ്യുന്നു പറഞ്ഞു. ആ മുനാഫിക്കായിട്ടുള്ള ആ മനുഷ്യനെ കഫൻ ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്തപ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് തുസല്ലി അലൈഹി, അള്ളാഹുവിന്റെ തിരുദൂതരെ, മുനാഫിക്കായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുകയാണോ? അയാൾക്ക് വേണ്ടി നമസ്കരിക്കരുതെന്ന് അള്ളാഹു നിങ്ങളോട് വിലക്കിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഓതി വെച്ചു, ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞ പ്രവാചകൻ ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഇന്നമാ ഹയ്യറനി അല്ലാഹ്, അള്ളാഹു എനിക്ക് ഇഖ്തിയാർ നൽകിയിട്ടുണ്ട്, അഥവാ ചോയ്സ് നൽകിയിട്ടുണ്ട്. എന്താണ് ആ ചോയ്സ്? ഇസ്തഗ്ഫിർ ലഹും,
ഔ ലാ തസ്തഗ്ഫിർ ലഹും, ആ മുനാഫിക്കുകൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്താലും, നിങ്ങൾ ദുആ ചെയ്തില്ലെങ്കിലും, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, 70 പ്രാവശ്യം ആ മുനാഫിക്കുകൾക്ക് വേണ്ടി ദുആ ചെയ്താലും ഫലയഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞപ്പോൾ അവിടെ ഇസ്തിഗ്ഫാർ ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യാൻ തീരുമാനിച്ചു, അതുകൊണ്ടാണ് ഞാൻ മയ്യത്ത് നമസ്കരിച്ചത്. എന്നാൽ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മയ്യത്ത് റസൂലുള്ള നമസ്കരിച്ചതിന് ശേഷമാണ് മിക്ക മുഫസ്സിറുകളും പറയുന്നത് പിന്നീടുള്ള ആയത്ത് ഇറങ്ങുന്നത്, വലാ തുസല്ലി അലാ അഹദി മിൻഹും മാത അബദാ, ആ മുനാഫിക്കുകളിൽപ്പെട്ട ആര് മരിച്ചാലും അവരുടെ മയ്യത്ത് നമസ്കരിക്കരുത് നബിയെ. എല്ലാ മുഫസ്സിറുകളും ഒരുപോലെ പറയുന്നുണ്ട്. അതിനുശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാഫിക്കുകൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം അനുയായികളോട് മാത്രമല്ല ശത്രുക്കളോട് പോലും വളരെ വിനയത്തിൽ പെരുമാറി. അതുകൊണ്ടാണ് ഒരു യഹൂദ ബാലന് ഷഹാദത്ത് കലിമ സംശയമില്ലാതെ ചൊല്ലാൻ അവസരമുണ്ടായത്. അതാണ് ഒരു ജൂതബാലൻ മരിക്കാൻ കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പൊ ഈ ജൂതബാലന്റെ അപ്പൻ പിതാവ് അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ മരണസമയത്തുള്ള അന്ത്യകർമ്മങ്ങൾ അനുസരിച്ച് എന്താണ് ചൊല്ലേണ്ടത് എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് യഹൂദ ബാലൻ. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറിയ കുടിലിലേക്ക് കടന്നു ചെല്ലുന്നത്. ഈ ബാലൻ പിതാവിനെ നോക്കും, അള്ളാഹുവിന്റെ റസൂലിനെ നോക്കും. ആകെ കൺഫ്യൂഷനായി ബാലന്, ഞാൻ എന്ത് വേണം? ആ യഹൂദ ബാലന്റെ പിതാവ് ആ മോനോട് പറയുന്നൊരു വാക്കുണ്ട് പ്രിയമുള്ളവരെ, ചരിത്ര ഗ്രന്ഥത്തിലല്ല ഹദീസ് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. മോനോട് പറയണേ, മരിക്കാൻ കിടക്കുന്ന മോനോട്, അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിക്കും മോനെ. ഖാസിം എന്ന് പറഞ്ഞൊരു മോനുണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക്, അതുകൊണ്ടാണ് അബുൽ ഖാസിം എന്ന് പറയുന്നത്. അബുൽ ഖാസിമിനെ അനുസരിക്ക്, ഷഹാദത്ത് ചൊല്ല് എന്ന് പറഞ്ഞിട്ട് ആ മോനോട് ഈ പിതാവ് പറഞ്ഞു അബുൽ ഖാസിമിനെ അനുസരിക്കാൻ. ആ ബാലൻ ഷഹാദത്ത് കലിമ ചൊല്ലി. പ്രിയമുള്ളവരെ, ആ കുടിലിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞത് എന്തായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. എന്തായിരുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, നരകത്തിൽ നിന്ന് അല്ലാഹുവേ ആ ജൂതബാലനെ സംരക്ഷിച്ച് രക്ഷപ്പെടുത്തിയ അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. ഇങ്ങനെയാണ് ആ പ്രവാചകൻ അവിടെ പറഞ്ഞത്. ഉഹുദ് യുദ്ധത്തിൽ ശത്രുക്കൾ മുസ്ലിങ്ങളുടെ പലരുടെയും വിരലുകൾ ഛേദിച്ചിട്ട് മാല കോർത്തിട്ട് ആനന്ദ നൃത്തമാടിയ ഒരു സംഭവം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അത്രയും വിദ്വേഷം മുസ്ലിങ്ങളോടുണ്ടായിരുന്നു. ഇത് കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരു പ്രതികാരം ചെയ്തെങ്കിലോ എന്ന് ആലോചിച്ചു പോയി എന്നാണ് ചരിത്രകാരന്മാരും മുഫസ്സിറുകളിൽ ചിലരും പറയുന്നത്. കാരണം സ്വന്തം സഹാബികളുടെ വിരലുകൾ മുറിച്ചെടുത്തിട്ട് മാലയുണ്ടാക്കി നൃത്തം ചെയ്യുന്ന ഈ കിരാതന്മാർക്കെതിരിൽ പ്രതികരിക്കണമെന്ന് റസൂലുള്ളാഹിക്ക് തോന്നി. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം ഈ ആയത്തുമായി വരുന്നത്. എന്താണ് ആയത്ത് അറിയാമോ? ഇത് പാടില്ല, ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിക്കണം പ്രവാചകര്. ഏറ്റവും നല്ല രീതിയിൽ ശത്രുക്കളോട് പ്രതികരിച്ചാൽ, നിങ്ങളുടെയും ശത്രുക്കളുടെയും ഇടയിൽ ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുത മാറിയിട്ടവർ വലിയ ഹമീം, ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് മാറി വരുന്നത് താങ്കൾക്ക് കാണാം. ഇതൊരു പ്രവചനമായിരുന്നു. അങ്ങനെ ഹിന്ദ് എന്ന് പറയുന്ന ക്രൂര സ്ത്രീ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയെ നീചമായ രീതിയിൽ വധിക്കാൻ വേണ്ടി പ്രേരണ നൽകിയ ഹിന്ദ് മക്കം ഫതഹിന്റെ ദിവസത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പർദ്ദ ധരിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു രംഗമുണ്ട് പ്രിയമുള്ളവരെ. ആ ഹിന്ദ് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നുകൊണ്ട് പറയുന്ന വാക്കുകളുണ്ട്. ആ അറബി വാക്കുകൾ തൽക്കാലം ഞാൻ ഉപേക്ഷിക്കുന്നു. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: അള്ളാഹുവിന്റെ തിരുദൂതനെ,
കൈ കാണിച്ചിട്ട് പറയാണ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഈ ഭൂലോകത്ത് ഇത്രയും ദേഷ്യമുള്ള ഒരാള് നിങ്ങളെക്കാൾ എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ട് അവർ പറയാണ് ഹിന്ദ്, പക്ഷേ ഇന്നത്തെ ദിവസത്തിന് ശേഷം നിങ്ങളെക്കാൾ സ്നേഹമുള്ളൊരു വ്യക്തി എന്റെ ജീവിതത്തിൽ വേറെ ഇല്ലട്ടോ എന്ന് പറഞ്ഞിട്ട് ഹിന്ദു ഇസ്ലാം മതം സ്വീകരിക്കുന്ന ഒരു ചരിത്രം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളോടുള്ള സമീപനത്തിന്റെ മാതൃകയായിരുന്നു. അതുകൊണ്ടാണ് ഒരു യഹൂദ സ്ത്രീക്ക് ആടുമാംസത്തിൽ വിഷം ചേർത്തുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന് കൊടുക്കാൻ കഴിഞ്ഞത് ഈ സ്നേഹബന്ധമായിരുന്നു. ആ ആടുമാംസത്തിൽ നിന്ന് അല്പമെടുത്ത് ഭക്ഷിച്ച ബിശ്ർ എന്ന് പറയുന്ന സ്വഹാബി ആ സദസ്സിൽ വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. പക്ഷേ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് മരണപ്പെട്ടില്ല. എന്നാൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഹൈബറിൽ നിന്ന് ആ ജൂത സ്ത്രീ നൽകിയ ആടിൻ വിഷത്തിന്റെ ദുരിതം ഞാൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ മുസ്ലിം സമൂഹത്തിൽ ജനിച്ച ചില ആളുകള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അധിക്ഷേപിക്കുകയും വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. സത്യത്തിൽ അതും ഒരു പ്രവചനമാണ്. എന്താണ് ഒരു പ്രവചനം എന്ന് പറയാൻ കാരണം? ആദ്യമായിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന ആദ്യത്തെ വഹി ഇറങ്ങിയ അവസരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴി പിടിച്ചു. മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ജമ്മിലൂനി ജമ്മിലൂനി എന്നെ പുതപ്പിട്ടതിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുതച്ചു കൊടുത്തു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കസിനായിരുന്ന അടുത്ത ബന്ധുവായിരുന്ന വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് റസൂലുള്ളാഹി തങ്ങൾ പോയി. വറഖത്ത് ബിൻ നൗഫലിനോട് അദ്ദേഹം ഒരു യഹൂദ പണ്ഡിതനായിരുന്നു, ക്രിസ്ത്യൻ പണ്ഡിതനായിരുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി വറഖത്ത് ബിൻ നൗഫൽ പറയാണ്, ലൈതനീ യുഖ്രിജുക ഖൗമുക, നിന്റെ ജനങ്ങൾ നിന്നെ പുറത്താക്കുന്ന ഒരു സമയം വരും. അന്യമതക്കാരന, നിന്റെ ജനങ്ങൾ നിന്നെ പുറത്താക്കുന്ന ഒരു സമയം വരും എന്ന് റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ റസൂലുള്ള വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ക്രിസ്തീയ പുരോഹിതനോട് ചോദിക്കുകയാണ്, അവ മുഹരിജിയഹും, അവരെന്നെ പുറത്താക്കുകയോ? എന്താണ് ഈ പറയുന്നത്? ഞാൻ വളർത്തിയ ഒരു സമൂഹം എന്നെ പുറത്താക്കുകയോ? റസൂലുള്ളാഹിക്ക് സംശയം. വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞ മറുപടി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നഅം, അതെ മുഹമ്മദേ, അതെ. ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഅത ബിഹി, നീ കൊണ്ടുവന്ന ഈ ദീൻ കൊണ്ടുവന്നതുപോലെ ഈ ലോകത്ത് പ്രവാചകന്മാർ ആരെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലാ ഉദിയ, അവരെ എല്ലാം ജനങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ആ ജനത്തിൽപ്പെട്ട ആ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, അതിന് ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വിമർശിക്കുന്ന ആളുകളുടെ പേര് അള്ളാഹിന്റെ പേരും കൂടി ചേർത്തിട്ടാണ് അവരെ പേരിട്ടിരിക്കുന്നത്. അവര് ഖുർആൻ ക്ലാസ് എന്നുള്ള പേരിൽ ഖുർആൻ ക്ലാസ് നടത്തിയിട്ട് ഖുർആനിനെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അവരിടക്ക് മുഹമ്മദ് നബി എന്ന് പറയും, ഇടക്ക് മുഹമ്മദ് എന്ന് പറയും, ഇടക്ക് അയാൾ എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം